അനന്തപത്മനാഭന്റെ മണ്ണിലുയർന്ന വിസ്മയശില്പം, അതാണ് ഗംഗാധരേശ്വര പ്രതിമ. വിഴിഞ്ഞം തുറമുഖത്ത് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേവപ്രതിമയാണ് ഒരുങ്ങിയിരിക്കുന്നത്. പുളിങ്കുടി ആഴിമലയിൽ കടലിനോട് ചേർന്നുള്ള കുന്നിന് സമീപത്തെ ക്ഷേത്രത്തോട് അനുബന്ധിച്ചാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. കടലിനോട് അഥവാ ആഴിയോട് ചേർന്ന കുന്നിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാവാം ആഴിമല എന്ന പ്രദേശത്തിന് ആ പേര് ലഭ്യമായത്. അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരു ആഴിമലയിൽ എത്തുകയും ഇവിടുത്തെ പ്രകൃതി ഭംഗിയിൽ ആകർഷനായ ഗുരു അവിടുത്തെ പ്രദേശവാസികളോട് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും അതിനായുള്ള സ്ഥലം പിന്നീട് കണ്ടെത്തി നൽകിയതായും പറയപ്പെടുന്നു. അങ്ങനെയാണത്രേ ഇന്ന് ആഴിമലയിൽ കാണുന്ന ശിവക്ഷേത്രം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. 58 അടി ഉയരത്തിലുള്ള പ്രതിമയുടെ പണി പൂർത്തിയാക്കിയത് 5 കോടിയോളം രൂപ ചിലവഴിച്ചാണ്. പൂർണ്ണമായും കോൺക്രീറ്റിലാണ് പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിനും കടൽത്തീരത്തിനും നടുവിലായി ഉയർന്നു നിൽക്കുകയാണ് ഗംഗാധാരിയായ ശിവപ്രതിമ. ശില്പകലയിൽ കയ്യൊപ്പ് തെളിയിച്ച ദേവദത്തൻ എന്ന ശില്പിയാണ് ഈ വിസ്മയ ശില്പത്തിന് പിന്നിൽ. ദേവദത്തന്റെ 6 വർഷത്തെ കഠിനാധ്വാനമാണ് ഇപ്പോൾ കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുന്ന ഗംഗാധരേശ്വരൻ. അഴിഞ്ഞുവീണ ജടയിൽ ഗംഗാദേവിയെ ശിരസിൽ വഹിച്ച ശിവരൂപമാണ് ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. ഗൗരവരൂപിയായ ശിവന്റെ ദർശനം പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ്. ശില്പമിരിക്കുന്ന പാറക്കെട്ടിന് താഴെയായി 3500 ചതുരശ്ര അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഗുഹാസമാനമായ അറയിൽ ധ്യാനമണ്ഡപം, ശിവശില്പങ്ങൾ എന്നിവ ഉണ്ട്. 27 പടികൾ കടന്നാണ് ഗുഹയിലേക്ക് എത്തേണ്ടത്. ലോകം ഉറ്റുനോക്കുന്ന വിസ്മയമായ അനന്തപുരിയുടെ ഈ അഭിമാനത്തിന് പിന്നിൽ ക്ഷേത്രപുരോഹിതനായ ജ്യോതിഷ് പോറ്റിയാണ്. കേരളത്തിന്റെ അഭിമാനമായ ആഴിമല ഗംഗാധരേശ്വരന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക.